ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC 2021 ജനുവരി 27 നടത്തിയ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലാബോറട്ടറി എന്ന എക്സാമിൻ്റെ കേരള PSC പ്രസിദ്ധീകരിച്ച പ്രൊവിഷണൽ ആൻസർ കീ ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കൺസിഡറിങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് എ പ്രൊജക്റ്റൈൽ. പ്രൊജക്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. ദ ആക്സിലറേഷൻ ഈസ് നോട്ട് സീറോ എനിവെയർ എലോങ് ഇറ്റ്സ് ട്രജക്ടറി. ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ദ ഹയസ്റ്റ് പോയിൻ്റ് ഈസ് സീറോ. The horizontal and vertical component of its motion are completely independent of each other. Which among the following statements are true എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 3. ഈ രണ്ട് പ്രസ്താവനകൾ മാത്രമേ ട്രൂ ആയിട്ടുള്ളൂ. അടുത്ത ചോദ്യം, ടു ഒബ്ജക്റ്റ് ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജീസ്. രണ്ട് ഒബ്ജക്റ്റുകളുണ്ട്, അതിന് രണ്ടിനും ഈക്വൽ കൈനറ്റിക് എനർജിയാണ്. ഹൗ ഡു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദെയർ മൊമെൻറ്റ P1 ആൻഡ് P2 കമ്പയർ. അവയുടെ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻസഫിഷ്യൻ്റ് ഇൻഫർമേഷൻ, മതിയായ ഇൻഫർമേഷൻസ് ഇതിൽ ലഭ്യമല്ല. അടുത്ത ചോദ്യം, if the position coordinate of a particle moving in a plane is given by r vector equal to r into cos omega t I plus sin omega t j, then the velocity of the particle is given by. പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, നമ്മളോട് ചോദിച്ചിരിക്കുന്ന വെലോസിറ്റി വെക്ടർ ആണ്. വെലോസിറ്റി വെക്ടർ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. v വെക്ടർ ഈക്വൽ ടു r ഒമേഗ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി ഐ പ്ലസ് കോസ് ഒമേഗ ടി ജെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഫിക്ഷ്യസ് ഫോഴ്സസ്. ഫിക്ഷ്യസ് ഫോഴ്സസിനെ സംബന്ധിച്ചിട്ട് തെറ്റായ പ്രസ്താവന. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫിക്ഷ്യസ് ഫോഴ്സസ് ഒറിജിനേറ്റ് ഡ്യൂ ടു ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ബോഡീസ്. ഇതൊരു തെറ്റായ പ്രസ്താവനയാണ്. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ്. താഴെ തന്നിരിക്കുന്നതിൽ വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ് അല്ലാത്തത് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്, കോറിയലിസ് ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് നോട്ട് എ വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ്. അടുത്ത ചോദ്യം 6. There exists a closed curve C to which nearby trajectories can either spiral in or they can spiral away from C. Then the C is. ഇവിടെ സി എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് സൈക്കിൾ ആയിരിക്കും. ഏഴാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അൺകൺസ്ട്രെയിൻഡ് മോഷൻ. താഴെ തന്നിരിക്കുന്നതിൽ ഒരു അൺകൺസ്ട്രെയിൻഡ് മോഷൻ്റെ എക്സാമ്പിൾ ആണ് ഓപ്ഷൻ എ, ടു പാർട്ടിക്കിൾ മൂവിങ് സോളി അണ്ടർ ദെയർ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ എന്നതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദ ലാഗ്രാഞ്ചിയൻ ഓഫ് എ സിസ്റ്റം ഈസ് ഗിവൺ ബൈ L equal to half m x dot square plus half m into x dot square plus y dot square plus 2x dot y dot cos alpha plus mgy sin alpha. Which among the following represent the component of moment of the system? ഇവിടെ മൊമെൻ്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. px equal to mx bar പ്ലസ് എം ഇൻറ്റു എക്സ് ഡോട്ട് പ്ലസ് വൈ ഡോട്ട് കോസ് ആൽഫ എന്നതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹെൽപ്പ് ഇൻ കൺവേർട്ടിംഗ് എ ലാഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഇൻറ്റു ഹാമിൽട്ടോണിയൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒരു ലാഗ്രാഞ്ചിയൻ ഇക്വേഷനെ ഹാമിൽട്ടോണിയൻ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലഗ്രാഞ്ചെ ട്രാൻസ്ഫോം. പത്താമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് കറക്റ്റ്ലി റെപ്രസെൻറ്റ് ദ ഹാമിൽട്ടോണിയൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, h ഈക്വൽ ടു പി തീറ്റ സ്ക്വയർ ബൈ 2ml സ്ക്വയർ
മൈനസ് mgl cos തീറ്റ. 11ാമത്തെ ചോദ്യം. വിച്ച് among the following is expressed by saying that the Hamiltonian phase flow preserves volume? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലിയോ-വില്ലേഴ്സ് തിയറം. ലിയോ-വില്ലേഴ്സ് തിയറമാണ് ശരി ഉത്തരം. 12ാമത്തെ ചോദ്യം. If ohm is the angular velocity of a particle of mass m that moves with velocity v in a non-interior frame, the magnitude of the Coriolis force acting on the body is given by. Coriolis ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 2m ohm into v. 13ാമത്തെ ചോദ്യം. ദ ഈജിയൻ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് 2, 3, 3, 2 ആർ. ഈജിയൻ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, -1,5. അടുത്ത ചോദ്യം 14. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി കോംപ്ലക്സ് ഫങ്ഷൻസ്? ഒരു കോംപ്ലക്സ് ഫങ്ഷൻ്റെ ശരിയായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, sin hz equal to e raised to z minus e raised to minus z divided by 2i എന്ന പ്രസ്താവന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷനിൽ വരുന്നില്ല. അടുത്ത 15ാമത്തെ ചോദ്യം. വിച്ച് among the following equation relate the Cartesian to the cylindrical unit vectors? കാർട്ടീഷ്യൻ കോർഡിനേറ്റിനെ സിലിണ്ടറിക്കൽ യൂണിറ്റ് വെക്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, r vector equal to cos phi I plus sin phi j, phi equal to minus sin phi I plus cos phi j, z equal to z. 16ാമത്തെ ചോദ്യം. The value of 1 plus I the whole raised to 8 is given by. കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നുള്ള ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 16. കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സ്പാൻഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. 17. ദ റെക്കറൻസ് റിലേഷൻ 2n + 1 xpnx equal to n + 1 pn + 1 x plus n into pn - 1 x corresponds to. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ലെഗ്രാൻഡെ പോളിനോമിയൽസ്. ഈ ഭാഗത്ത് നിന്നും കുറച്ച് അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 18ാമത്തെ ചോദ്യം. ബെസൽ ഫങ്ഷൻസ് ഓഫ് ദ സെക്കൻഡ് കൈൻഡ് ഈസ് നോൺ ആസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ന്യൂമാൻ ഫങ്ഷൻ. 19. 4 coins are tossed simultaneously. What is the probability that none of them are head? 4 കോയിൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ടോസ് ചെയ്തു, അവയിൽ ഒന്നും ഹെഡ് ആവാൻ ഇല്ലാത്ത പ്രോബബിലിറ്റി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, 1/16. 1/16 ഈസ് ദ റൈറ്റ് ആൻസർ. 20ാമത്തെ ചോദ്യം. വിച്ച് among the following is likely to be the Fourier transform of the function f(x) equal to n into e raised to minus alpha x square? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) equal to n into e raised to minus alpha x square, അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, n divided by √2 alpha into e raised to minus omega square divided by 4 alpha എന്നാണ് ശരി ഉത്തരം. 21ാമത്തെ ചോദ്യം. വിച്ച് among the following is a കറണ്ട് കൺട്രോൾഡ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡിവൈസ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറണ്ട് കൺട്രോൾഡ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡിവൈസ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, എ യൂണിറ്റ് ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. 22. വാട്ട് ഈസ് എ സ്റ്റേറ്റ് ഓഫ് എ JFET ഡിഫൈൻഡ് ബൈ ദ കണ്ടീഷൻ VG is equal to 0 V and VD is greater than VP? ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, IDSS become maximum. 23ാമത്തെ ചോദ്യം. വിച്ച് among the following material is used to make a light dependent resistor? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാഡ്മിയം സൾഫൈഡ്. 24. വിച്ച് ഈസ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ടു മേക്ക് IR LEDs? IR LEDs ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ മെറ്റീരിയൽ ആണ് ഓപ്ഷൻ എ, ഗാലിയം ആർസനൈഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഗാലിയം ആർസനൈഡ് ആണ് IR LEDs ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. വിച്ച് among the following material is the least preferred in making a PN junction solar cell? ആൻസർ ഓപ്ഷൻ സി ആണ്, ലെഡ് സൾഫൈഡ്. ലെഡ് സൾഫൈഡ് ഒരു PN ജംഗ്ഷൻ സോളാർ സെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നില്ല. അടുത്തത് 26ാമത്തെ ചോദ്യം. വിച്ച് among the following is not true about the common mode rejection ratio? CMMR
CMRR on a op-amp. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ലാർജർ ദ വാല്യൂ ഓഫ് ദ CMRR, the lower the chance that common mode signal being rejected. അടുത്തത് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഗിവൺ സർക്യൂട്ട്. തന്നിരിക്കുന്ന സർക്യൂട്ട് നോക്കുക, ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 വോൾട്ട്. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് സർക്യൂട്ട്. ഈ തന്നിരിക്കുന്ന സർക്യൂട്ട് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക, ഏത് തരം സർക്യൂട്ടാണ് ഇത് എന്നാണ് ചോദ്യം. ആൻസർ ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്ററാണിത്. ഇതൊരു ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്ററാണ്. 29. The noise produced by the random motion of the charge carriers is. എന്ത് നോയ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ജോൺസൺ നോയ്സ്. ജോൺസൺ നോയ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റാൻഡം മോഷൻ ഓഫ് എ ചാർജ് കാരിയർ. 30. Which is a modulation system in which there are pulses of constant amplitude and length but with varying timing. ആൻസർ ഓപ്ഷൻ എ ആണ്, പൾസ് പൊസിഷൻ മോഡുലേഷൻ. ആൻസർ ഓപ്ഷൻ എ, പൾസ് പൊസിഷൻ മോഡുലേഷൻ. 31ാമത്തെ ചോദ്യം. സ്കൈ വേവ്സ് ആർ റിഫ്രാക്റ്റഡ് ബാക്ക് ടു ദ എർത്ത് ഫ്രം. ആൻസർ ഓപ്ഷൻ ബി, ദ അയണോസ്ഫിയർ. 32. എ ഫ്രീ ഇലക്ട്രോൺ ഹാസ് എ കൈനറ്റിക് എനർജി ഓഫ് 100 eV. ഇറ്റ്സ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വിൽ ബി. അതിൻ്റെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട് 100 eV ആണ്, 100 ഇലക്ട്രോൺ വോൾട്ടാണ് കൈനറ്റിക് എനർജി. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, 0.1226 നാനോമീറ്റർ. 33ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഹിൽബർട്ട് സ്പേസ്. തന്നിരിക്കുന്നതിൽ ഹിൽബർട്ട് സ്പേസിനെ പറ്റിയിട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ. അടുത്ത ചോദ്യം. ദ ബ്രാമെട്രിക്സ് ഓഫ് ദ കെറ്റ് ഫംഗ്ഷൻ 2i 3 + i -4 ഈസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2i 3 - i -4. 35. ഇഫ് a cap is an operator satisfying the eigenvalue equation a cap phi equal to alpha phi, then which of the following equation is true about inverse. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, a ഇൻവേഴ്സ് phi equal to alpha -1 into phi. 36ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ് മെട്രിസസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 0 - 1 1 0. 37ാമത്തെ ചോദ്യം. ദ പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ആസ് VR equal to V0 into e raised to -r/r divided by r is known as. ആൻസർ ഓപ്ഷൻ ബി ആണ്, യുക്കാവ പൊട്ടൻഷ്യൽ. 38. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാമിൽട്ടോണിയൻ സ്റ്റാൻഡ് ഫോർ ദ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, h bar equal to h omega a cap star a cap plus half. 39ാമത്തെ ചോദ്യം. The dispersion relation for a type of waves omega square equal to ak plus bk cube, the wave number k0 for which of the phase velocity equal the group velocity. ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, √a/b. 40ാമത്തെ ചോദ്യം. ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് എ സിംഗ്ലി അയണൈസ്ഡ് ഹീലിയം ആറ്റം ഈസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 40ൻ്റെ ഉത്തരം ആൻസർ ബി ആണ്, 1.06 ആങ്സ്ട്രോം. 41ാമത്തെ ചോദ്യം. ആൻ ഇലക്ട്രിക് കുക്കർ ദാറ്റ് ഹാസ് 100 വാട്ട് റേറ്റിംഗ് ഈ സ്വിച്ച്ഡ് ഓൺ ഫോർ 10 minutes. ഹൗ മച്ച് ഹീറ്റ് ഡസ് ഇറ്റ് പ്രൊഡ്യൂസ്. എത്ര ഹീറ്റാണിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വാട്ട് പവർ തന്നിട്ടുണ്ട് 1000 വാട്ടാണ്, ടൈം തന്നിട്ടുണ്ട് 10 minutes, 10 × 60 എന്ന് പറയുമ്പം 600 seconds. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, 600 kJ. 42ാമത്തെ ചോദ്യം. ഇഫ് എ മെഷർമെൻറ്റ് എക്സ് ടേക്സ് വാല്യൂസ് 1 2 3 4 വിത്ത് പ്രോബബിലിറ്റീസ് 1/4 ഇൻ ഈച്ച് കേസ്, ദ വാല്യൂ ഓഫ് എക്സ് വിൽ ബി. ആൻസർ ഓപ്ഷൻ സി ആണ്, 5/2. 43ാമത്തെ ചോദ്യം. എ മൈക്രോ കാനോണിക്കൽ എസംബിൾ ഹാസ് ഓം മാക്രോ സ്റ്റേറ്റ്
each with the probabilities Pi is equal to 1 by ohm. The entropy of the system is, entropy എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, KB ln omega. 44. If a quantum system is one of a number of state psi I with probability Pi, then the entity defined rho equal to sigma I Pi psi I is called. Answer ഓപ്ഷൻ ഡി ആണ്, ഡെൻസിറ്റി മെട്രിക്സ്. 45. The excess pressure P inside a spherical liquid droplet of radius R and surface tension gamma is. പ്രഷർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, P is equal to 2 gamma divided by R. 46. ചോദ്യം, എ സിസ്റ്റം ക്യാൻ occupy the energy level minus delta by 2 or delta by 2. Then the partition function of the system is. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, Z equal to 2 cos h B delta divided by 2. 47. ചോദ്യം, the Gibbs function per particle of a thermodynamic system is called. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കെമിക്കൽ പൊട്ടൻഷ്യൽ. 48. Which of the following proportionality is true about Einstein's A and B coefficient and the frequency? ആൻസർ ഓപ്ഷൻ സി ആണ്, A by B alpha omega cube. A by B is proportional to omega cube. 49. At high temperatures, the molar heat capacity of the debased solid saturate to the value of, ആൻസർ ഓപ്ഷൻ എ ആണ്, 3R. 50. The occupancy of the state for the fermions is given by, ആൻസർ ഓപ്ഷൻ ബി ആണ്, n bar is equal to 1 by e raised to epsilon minus u divided by kT plus 1. 51. ചോദ്യം, the abrupt accumulation of atoms in the ground state at a temperature below Tc is called. 51. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. 52. A white dwarf star is. ആൻസർ ഓപ്ഷൻ സി ആണ്, എ ഡീജനറേറ്റ് ഫെർമി ഗ്യാസ്. അടുത്ത ചോദ്യം, which of the following is not true about atomic nuclei? ആൻസർ ഓപ്ഷൻ ഡി ആണ്, the isotope of an element have a same A value but different N and Z values. 54. Which of the following numerical quantity corresponding to the magnitude of the nuclear density? ആൻസർ ഓപ്ഷൻ സി ആണ്, 10 raised to 17 kg per meter cube. 55. The magnetic resonance imaging MRI work exponentially well for viewing internal tissues in human body. Which of the following is the most likely reason for this? ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, about 2/3 of the atoms in the human body are hydrogen. 56. Identify the missing particle in the nuclear decay. ZXA, Z plus 1 YA plus X plus V. ഇവിടെ മിസ്സിംഗ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, പോസിട്രോൺ ആണ്. പോസിട്രോൺ ആണ് ശരി ഉത്തരം. 57. ചോദ്യം, വിച്ച് ഈസ് എ സ്റ്റേബിൾ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ദി നെപ്റ്റ്യൂണിയം റേഡിയോആക്റ്റീവ് സീരീസ്? ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, 83Bi209. 58. ചോദ്യം, which of the following force carrying particles are exchanged in strong nuclear interaction? ആൻസർ ഓപ്ഷൻ ബി ആണ്, gluons. 59. Which is the practical application of the pair annihilation process in medical diagnosis? ആൻസർ ഓപ്ഷൻ സി, positron emission tomography. 60. Identify the reaction that does not conserve strangences. ആൻസർ ഓപ്ഷൻ ബി ആണ്, pi minus plus p plus gives k0 plus n. 61. Which of the following is a quark structure of the ohm-1 particle? ആൻസർ ഓപ്ഷൻ ഡി ആണ്, SSS. 62. The ratio of the thermal to the electric conductivity K by sigma for any metal is proportional to its temperature T. This statement is known as, ആൻസർ ഓപ്ഷൻ സി ആണ്, വീഡ്മാൻ-ഫ്രാൻസ് ലോ. 63. ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ. 63A ആണ്, ക്രിസ്റ്റലൈൻ സിലിക്കൺ. കുറച്ചധികം ഡയറക്റ്റ് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ലാറ്റിസ് റെപ്രസെൻറ്റഡ് ബൈ ദ പ്രിമിറ്റീവ് വെക്ടേഴ്സ്.
a1 equal to ax bar, a2 is equal to ay bar, a3 is equal to a by 2 x plus y plus z. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബോഡി സെൻറ്റേർഡ് ക്യൂബിക്. 65ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പാക്കിംഗ് ഫാക്ടർ ഓഫ് ദ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0.52. 66ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ക്രിസ്റ്റൽ ദാറ്റ് ഹാസ് അയോണിക് ബോണ്ടിങ്. ആൻസർ ഓപ്ഷൻ സി ആണ്, സോഡിയം ക്ലോറൈഡ്. 67, the dispersion relation for an electron given by Ek is equal to h bar square k square divided by 2m. Its effective mass is given by, ആൻസർ ഓപ്ഷൻ എ ആണ്, m. അടുത്ത ചോദ്യം 68ാമത്തെ ചോദ്യമാണ്, the density of the state for the bulk 3-dimensional semiconducting crystal is given by. ആൻസർ ഓപ്ഷൻ ബി, Ge is proportional to e raised to 1/2. 69, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ അമംഗ് ദ ഫോളോവിങ്. താഴെ തന്നിരിക്കുന്നതിൽ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറാണ്, ഓപ്ഷൻ ഡി അലൂമിനിയം ഒരു ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറാണ്. 70, when a superconducting sample is placed in a magnetic field, super currents are generated to screen the field from penetrating into the bulk of the sample. This phenomenon is called. ആൻസർ ഓപ്ഷൻ സി ആണ്, മീസ്നർ എഫക്റ്റ്. 71, what is the probability that an electron in the ground state of the hydrogen will found outside the first Bohr radius? അതിനുള്ള പ്രോബബിലിറ്റി ആണ് 67.7%. 72ാമത്തെ ചോദ്യം, which among the following transition is responsible for one of the lines in the sodium doublet in the sodium vapor lamp? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3p/2 is equal to 3s1/2. 73ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഇക്വേഷൻ for allowed values of the rotational energy of a diatomic molecule. ആൻസർ ഓപ്ഷൻ എ ആണ്, E is equal to h bar square divided by 2i into j plus 1. 74, a particle of rest of mass m0 is moving uniformly along a straight line with the relativistic velocity kc, where c is the velocity of the light in vacuum and 0 less than k less than 1. The phase velocity of the de Broglie wave associated with the particle is. ആൻസർ ഓപ്ഷൻ ബി, c/k. 75ാമത്തെ ചോദ്യം, എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് ലാംഡ ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ഫ്രീ ഇലക്ട്രോൺ അറ്റ് റസ്റ്റ് ആൻഡ് is scattered in the backward direction. The fractional shift in its wavelength in terms of the Compton wavelength lambda c of the electron is. Option D, 2 lambda c by lambda. 76, the activity of the radiative sample is decreased to 1/3 of the initial value in 100 days. The half-life of the sample is approximately. Answer option B ആണ്, 63 days. 77ാമത്തെ ചോദ്യം, 2 spherical nuclei with radius r1 and r2 have mass numbers 216 and 27 respectively. Then r1 by r2 is given by. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2. 78ാമത്തെ ചോദ്യം, എ മൈക്രോ കൺട്രോളർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ എ, VLSIക്ക് എക്സാമ്പിളാണ് ഒരു മൈക്രോ കൺട്രോളർ. 79, the control unit of a microprocessor. Option B, tell the ALU what to do. കൺട്രോൾ യൂണിറ്റ് അരിത്തമെറ്റിക് യൂണിറ്റിനോട് പറയും എന്താണ് ചെയ്യേണ്ടതെന്ന്. 80ാമത്തെ ചോദ്യം, where does the code used by the microprocessor when it is first switched on is stored? ആൻസർ ഓപ്ഷൻ സി ആണ്, ROM, read only memory. 81ാമത്തെ ചോദ്യം, the reduced form of the Boolean expression a bar dot b dot b plus c the whole bar is. ആൻസർ ഓപ്ഷൻ ബി, a plus b bar. 82ാമത്തെ ചോദ്യം, the output of the 3 input NAND gate is low when. ഓപ്ഷൻ ഡി, all input are high. 83ാമത്തെ ചോദ്യം, what is the width of the address bus 8085? 8085ൻ്റെ അഡ്രസ് ബസ് എന്ന് പറയുന്നത് 83C, 16 bits ആയിരിക്കും. അടുത്ത 84ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ദി ഇൻറ്ററപ്റ്റ് ഇൻ 8085 where the interrupt address is known to the processor? ആൻസർ ഓപ്ഷൻ എ ആണ്, വെക്റ്റർ ഇൻറ്ററപ്റ്റ്. അടുത്ത ചോദ്യം, ഹൗ മെനി കമ്പാരറ്റേഴ്സ് ആർ റിക്വയർഡ് ഇൻ എ ഫ്ലാഷ് ADC വിത്ത് 8-bit ഔട്ട്പുട്ട്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 255. അടുത്ത ചോദ്യം 86, വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദി ഓൺ ബോർഡ് റാം ഓഫ് ദ മൈക്രോ കൺട്രോളർ 8051?
ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 128 ബൈറ്റ്സ്. 87ാമത്തെ ചോദ്യം. വിച്ച് എം ദ ഫോളോയിങ് ലേസർ ഹാസ് എ ക്വാസി 3 ലെവൽ സിസ്റ്റം? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. YB/YAG. 88. വിച്ച് ലൈൻ broadening is due to the fact that atomic resonance frequencies are distributed over a band of frequencies? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇൻഹോമോജീനിയസ് broadening. അടുത്ത ക്വസ്റ്റ്യൻ 89. വിച്ച് ലേസർ യൂസസ് കെമിക്കൽ പമ്പിംഗ് ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓൾ ഗ്യാസ് ഫേസ് അയഡിൻ ലേസർ. 90ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ സെക്കൻഡ് ഓർഡർ നോൺ ലീനിയർ ഒപ്റ്റിക്കൽ ഫിനോമിന റിലേറ്റഡ് ടു ദ ക്വാഡ്രാറ്റിക് സസെപ്റ്റബിലിറ്റി സൈ സ്ക്വയർ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സം ഫ്രീക്വൻസി ജനറേഷൻ. 91ാമത്തെ ചോദ്യം. ദ ടോട്ടൽ നമ്പർ ഓഫ് ഗൈഡഡ് മോഡ്സ് ഇൻ എ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഈസ് നോട്ട് റിലേറ്റഡ് ടു. ആൻസർ ഓപ്ഷൻ ബി ആണ്. ലെങ്ത് ഓഫ് ദി ഫൈബർ. 92. എ മീൻ ഒപ്റ്റിക്കൽ പവർ launched into the 8 km long of fiber that has no connectors or splices of 100 microwatt. If the mean optical power at the fiber output is 10 microwatt, the overall signal attenuation in decibels is. Answer option A ആണ് 10 decibel. 93ാമത്തെ ചോദ്യം. Consider a beam of light of length wavelength lambda incidentally normal on a system of the polarizer and analyzer. The analyzer is oriented at 45 degree to the polarizer. When an optical component is introduced between them, the output intensity becomes 0. The optical component is. Answer option C ആണ് a half wave plate. 94ാമത്തെ ചോദ്യം. Light traveling between 2 points in a medium take path for a walk. Option B. Time of flight is extreme. 95ാമത്തെ ചോദ്യം. The wavelength of the photon has a energy of 3.6 eV. wavelength 345 നാനോമീറ്റർ ആയിരിക്കും. 345 നാനോമീറ്റർ. അടുത്ത ചോദ്യം. The chemical potential of an ideal Bose gas at any temperature will be. Answer option A ആണ് either 0 or negative. 97. Which among the following crystal structure has a wrong coordination number given? Answer option A ആണ് face centered cubic 6. അടുത്ത ചോദ്യം 98. A plane cubic lattice intercept the 3 crystallographic axes at a/2 and 2a/3 respectively. The Miller indices of the plane are. Answer option B ആണ് 2, 4, 3. 99ാമത്തെ ചോദ്യം. The exciting radiation in a Raman scattering experiment 5460 angstrom and the Stokes line is 5520 angstrom. The wavelength of the anti-Stokes line is at. Answer option C ആണ് 5400 angstrom. അടുത്ത 100ാമത്തെ ചോദ്യം. The electromagnetic wave passing through a medium has an electric field of E bar is equal to E0 cos 10 raised to x7x 10 raised to 7y minus 10 raised to 15t into z. The refractive index of the medium is. Answer option D ആണ് 4.2. അപ്പോൾ നമ്മൾ 100 ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം തരക്കേടില്ലാത്ത ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വേക്കൻസികൾ കണക്കെടുക്കുമ്പോഴും ക്വസ്റ്റ്യൻസിൻ്റെ ടഫ്നെസ് കണക്കെടുക്കുമ്പോഴും കട്ട് ഓഫ് ഏകദേശം ഒരു 38നും 45നും ഇടയിൽ വരാനാണ് സാധ്യത. കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.